സമാധാനപ്പെടാം, ഞാൻ പറയാം. സാറിന്റെ വീട്ടിൽ വന്ന് സാറിന്റെ വീട്ടുകാരെ ഞങ്ങളെ ഉപദ്രവിച്ചാൽ സാർ എങ്ങനെ ക്ഷമിക്കും? സാറിന്റെ വീട്ടിൽ വന്നിട്ട് സാറിന്റെ മക്കളെ ഞങ്ങളെ ഉപദ്രവിച്ചാൽ സാർ എങ്ങനെ ക്ഷമിക്കും? എന്താ സാറേ? ജീവിതകാലം മുഴുവൻ ഈ യൂണിഫോമിലും ഈ അകമ്പടിയിലും സാറ് ജീവിക്കുന്നതാണോ സാർ ധരിച്ചിരിക്കുന്നത്? ഞാനൊന്ന് പറയാം. കാലഘട്ടമുണ്ട് സാറേ, ഇത് കഴിഞ്ഞിട്ടൊരു കാലഘട്ടമുണ്ട്. പറയട്ടെ സാറ് ഇതിന് ഒറ്റ ഉത്തരം പറഞ്ഞാൽ മതി. സാർ ഞങ്ങൾ 8 പേരോടും ഫസ്റ്റ് ഓഫ് ഓൾ ഓടി വന്നിട്ട് എല്ലാരും കൂടെ വന്നത് ഞങ്ങൾ തള്ളിയിരുത്തി. ഫോൺ എടുക്കാൻ പറഞ്ഞു. ഫോൺ മേടിച്ചിട്ട് സാർ എന്നാ പറഞ്ഞത്? ഷൈച്ചാന്റെ മുമ്പിൽ വെച്ചിട്ടാ പറഞ്ഞത്. ഇനി പറയാം. ഞങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ACP ജയകുമാർ ഞങ്ങളോട് ഒരു മിനിറ്റ് ACP ജയകുമാർ ഞങ്ങളുടെ മുമ്പിൽ വന്നു നിന്ന് ഞങ്ങളെ പിടിച്ചു ബലമായിട്ടിരുത്തി. ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചതിന് ശേഷം ACP ജയകുമാർ പറഞ്ഞു, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഇങ്ങനെയാണ് തുടങ്ങിയത്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്താണ് സാറിന് പറയാനുള്ളത്? നിങ്ങൾക്ക് ഒരു തോന്നലുണ്ട് ഞാൻ ACP ജയകുമാറാണ് നിങ്ങൾക്കെതിരെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. സത്യത്തിൽ പറഞ്ഞു പിണറായി സർക്കാരാണ് കേരള. ഞാൻ എനിക്ക് പറയാനുള്ള ഇപ്പൊ പറയാം. പറയട്ടെ ഒന്ന് പറയട്ടെ. പറയാം. നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കല്ലേ പ്ലീസ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ്. പറയട്ടെ ഒരു സെക്കൻഡ്. അവിടെ ഉണ്ടായ കാര്യം പ്രകാശ് പറയട്ടെ. പൂർത്തിയായിട്ടില്ല. പ്രകാശ് പറയട്ടെ. അല്ല സാറേ പ്രകാശ് പറയട്ടെ. അയാൾ പറയണ്ട. നിങ്ങൾ ഇവിടെ ഉണ്ടായ കാര്യം പറയും. നിങ്ങൾ സമാധാനത്തോടെ ഇരുന്നാലല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. സമാധാനം ആശംസിക്കാൻ നിങ്ങൾ കത്തോലിക്ക പുരോഹിതനല്ലല്ലോ. സമാധാനം ആശംസിക്കാൻ ACP ജയകുമാർ കത്തോലിക്ക പുരോഹിതനല്ല. നിങ്ങളൊരു ഹൈന്ദവനാണ്. നിങ്ങൾ ഞങ്ങളുടെ ക്രൈസ്തവ ആലയത്തിൽ കയറി ഞങ്ങളുടെ വൈദികരെ പീഡിപ്പിച്ചു. അതിന് മുന്നോടിയായിട്ട് ഞങ്ങളെ 8 അൽമായരെയും ഒരു വൈദികനെയും പെരുവഴിയിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്തു. വെർച്വൽ അറസ്റ്റ് നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞത്, മൊബൈൽ മേടിച്ചതിന് ശേഷം നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് ഞാനെതിരല്ല, പിണറായിയുടെ സർക്കാർ, കേരള സർക്കാർ നിങ്ങൾക്കെതിരാണ് എന്നാണ് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞത്. അതിനെ ഞങ്ങൾ തള്ളിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഇറങ്ങി ഓടി ചോദ്യം ചെയ്തപ്പോൾ നിങ്ങളുടെ വായിൽ ഉത്തരമില്ലായിരുന്നു, നിങ്ങളുടെ വായിൽ പഴം വിഴുങ്ങിയിരിക്കുകയായിരുന്നു. നിങ്ങൾ മറുപടി പറയാതെ പിന്തിരിഞ്ഞ് ഓടുകയാണ് ചെയ്തത്. ഇത് പറഞ്ഞതിന്റെ പേരിൽ നാളെ നിങ്ങൾ ഏതെങ്കിലും കേസിൽപ്പെടുത്തി എന്നെ കൊന്നു കളഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എന്റെ വൈദികരെ നിങ്ങൾ തൊട്ട് കളിച്ചാൽ അതിന് ഞങ്ങൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പറയട്ടെ. ഇനി ആരും ഒന്നും പറയണ്ട. നമുക്ക് അവരുടെ കേൾക്കട്ടെ. അവരുടെ വാർത്താനം നമുക്ക് കേൾക്കണ്ട. വേണ്ട അവരുടെ വർത്തമാനം നമുക്ക് കേൾക്കണ്ട. നിങ്ങൾ ഒരു കാര്യം ചെയ്യും. ഇനി ജയകുമാർ സാറിന്റെ പോലീസിനോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ മാറുന്നത്. പോലീസിനോട് പറയാനുള്ളതെല്ലാം പറഞ്ഞ് പോലീസ് പറയാനുള്ളത് ഇനി കേൾക്കണ്ട എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. ഒന്നുമില്ല, ഞാൻ അവരോട് സംസാരിക്കാൻ, അവരുടെ ആരാധനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് ജില്ലാ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചർച്ചയ്ക്കുള്ള ഇത് വേണ്ടി സംസാരിച്ച് നോക്കാന്നുള്ള രീതിയിലാണ്. അത് അവർ സമ്മതമാണല്ലോ. അതിനാണ് ഞാൻ വന്നത്. അവർ സംസാരിക്കാൻ സമയമുള്ള ഇതൊക്കെ അവർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതാണ്. ഇല്ല, അത് ഇവിടെ ഡ്യൂട്ടിക്ക് മറ്റേ സ്പെഷ്യൽ ബ്രാഞ്ച് AC, സെൻട്രൽ AC, എറണാകുളം AC ഒക്കെ ഉണ്ട്. അവരിങ്ങോട്ട് മാറിയിക്കാൻ സഹകരിച്ചു.
ഇല്ലെന്നേ, അത് അവർക്ക് ഇത് ഒരു വാർത്തയാക്കണം, അത്രേ ഉള്ളൂ. സോറി, ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല. അവരോട് ഞങ്ങൾ ഇപ്പോഴും സംസാരിക്കാൻ തയ്യാറാണ്. പോലീസ് ഇനിയും സംസാരിക്കാൻ തയ്യാറാണ് എന്നാണ് പറയുന്നത്. പക്ഷേ പോലീസിനോട് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ACP ജയകുമാറിനെതിരെ മുദ്രാവാക്യം വിളികളുമായാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ ഇത് ചെയ്യുന്നത്. ഒരു രീതിയിലുള്ള അനുനയ ചർച്ചകൾക്കും തയ്യാറല്ല എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. ACP പലതവണയായി ഇപ്പോൾ അവരോട് ഇപ്പോഴും ഈ വൈദികർ പള്ളിക്കുള്ളിൽ തന്നെ ഈ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ കഴിയുകയാണോ സൈഫുനീസ? അരുൺകുമാർ, തീർച്ചയായും 21 വൈദികരും പള്ളി കോമ്പൗണ്ടിനകത്ത് തുടരുകയാണ്. അവരെ മർദ്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചില വൈദികർ കിടന്ന് പ്രതിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ പോലീസിന്റെ സന്നാഹങ്ങളും പള്ളിക്ക് അകത്തുണ്ട്. പള്ളിയുടെ 3 ഗേറ്റുകളും പൂട്ടിയിട്ടിരിക്കുകയാണ്. പള്ളിക്ക് കോമ്പൗണ്ടിനകത്തുണ്ടായിരുന്ന ACP ഇപ്പോൾ പ്രതിഷേധക്കാരുമായി സംസാരിക്കാൻ വേണ്ടിയാണ് പുറത്തേക്ക് ഇറങ്ങി വന്നത്. പക്ഷേ ACPയെ തട്ടിക്കയറുകയും അതിനുശേഷം ACP പറയാനുള്ളതൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായാണ് പ്രതിഷേധക്കാർ മുന്നോട്ട് പോകുന്നത്. ആർച്ച് ബിഷപ്പിനെതിരെയും സർക്കാരിനെതിരെയും പോലീസിനെതിരേക്കും മുദ്രാവാക്യം വിളികളുമായി തുടരുകയാണ്. തങ്ങളുടെ വൈദികരെ മർദ്ദിക്കാനും അറസ്റ്റ് ചെയ്യാനും ആരാണ് അനുമതി നൽകിയത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധക്കാർ മുന്നോട്ട് പോകുന്നത്. ACP ജയകുമാറിനെതിരെ നടപടിയും ഇവർ ചോദ്യം ചെയ്യുന്നു. പക്ഷേ ACP പറയുന്നത് സെൻട്രൽ ACP മുൻ നടപടികളിലെല്ലാം ഇവർക്ക് പ്രതിഷേധം